കൂടേണ്ടവർക്ക് കൂടെ കൂടാം. സ്വാതന്ത്ര്യദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും അതുപോലെ മാതാവിൻ്റെ സ്വർഗ്ഗാരോഹണ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും എൻ്റെ ഈ ചാനലിൽ ഒരു സെഗ്മെൻറ്റ് ഞാൻ തുടങ്ങുന്നുണ്ട്. അതായത് മൈ ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞ് അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. അപ്പോൾ എന്താണെന്ന് ചുരുക്കി പറയാം, എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ചില സങ്കടങ്ങളും സന്തോഷങ്ങളും അങ്ങനെയുള്ള ചെറിയ ചെറിയ മൊമെൻറ്റ്സിൻ്റെ ചെറിയൊരു വിവരണം. ഞാൻ ഇന്ന് പറയുന്നത് സ്വാതന്ത്ര്യദിനത്തിൻ്റെയും മാതാവിൻ്റെ സ്വർഗ്ഗാരോഹണ തിരുനാളിൻ്റെയും ഒരു ചെറിയ അനുഭവം. പഴയ കാലത്തെ ഇപ്പോഴത്തെ കാലത്തെ. പഴയ കാലത്താകുമ്പം നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മൾ നേരെ പള്ളിയിൽ പോകുന്നു. പള്ളിയിൽ തന്നെ പതാക ഉയർത്തലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, മുട്ടായി വിതരണവും എല്ലാം ഉണ്ട്. അതിനുശേഷം ഞങ്ങൾ നേരെ സ്കൂളിൽ പോകുന്നു. സ്കൂളിൽ ഈ പതാക ഉയർത്തലും അതുപോലെ മുട്ടായി വിതരണവും എല്ലാം ഉണ്ട്. അതിനും കഴിഞ്ഞിട്ട് നമ്മുടെ എല്ലാ കൂട്ടുകാരെല്ലാവരും കൂടെ കൂടി നമ്മുടെ വീട്ടിലേക്ക് വരുന്നു. വീട്ടിൽ വന്നതിന് ശേഷം നമ്മുടെ നാട്ടിൽ അന്നേരം എല്ലാവരും കൂടെ കൂടി ഒരു പായസം ഉണ്ടാക്കുന്നൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ പായസമൊക്കെ ഉണ്ടാക്കി നമ്മൾ തന്നെ വിറകൊക്കെ കണ്ടെടുത്ത് സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ തന്നെ പാചകം ചെയ്ത് നമ്മുടെ നാട്ടുകാർക്കെല്ലാം വിതരണം ചെയ്യുന്നു. അങ്ങനെ ഒരു നല്ലൊരു അടിപൊളി മൊമെൻ്റാണ്. കാരണം ഇപ്പോൾ അതൊക്കെ ഓർക്കുമ്പോഴല്ലോ ഭയങ്കര നൊസ്റ്റാൾജിയ അടിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊന്നും അറിയത്തില്ല. പിള്ളേർ പറയുന്നു, അയ്യോ അച്ഛാ വേണേ, അയ്യോ അച്ഛാ പായസം വേണേ എന്ന് പറയുമ്പോൾ നേരെ ഓർഡർ ചെയ്യുന്നു, ഹോട്ടലിലേക്ക് ഓർഡർ ചെയ്യുന്നു, അവിടുന്ന് മേടിക്കുന്നു, കുടിക്കുന്നു. ചിലപ്പോൾ ടേസ്റ്റുകളുണ്ടാകും, പക്ഷേ ഈ മെമ്മറീസ് ഒന്നും ഇപ്പോഴത്തെ പിള്ളേർക്കുണ്ടാവില്ല. അത് 100% ഉറപ്പാണ്. അതിനുശേഷം ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ പോകുന്നു. ചിലപ്പോൾ കൂട്ടുകാരന്മാരുടെ വീട്ടിൽ പോകും. അപ്പം അവിടെ പായസം ഉണ്ടാവും, ബലൂണോ അതേപോലെ പഴം അങ്ങനെയുള്ള സാധനങ്ങൾ, വലിയ വലിയ ചോക്ലേറ്റുകളൊന്നും ഉണ്ടാവില്ല അന്നത്തെ കാലത്ത്. അപ്പോൾ നമ്മൾ മുട്ടായാലും മേടിച്ച് കഴിക്കുന്നു. തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് ഈ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആയ പാട്ടുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലത്തെ സിനിമകൾ, കാലാപാനി, അതുപോലെ സൈന്യം, അതുപോലെ അങ്ങനെയുള്ള സിനിമകൾ, ജവാന്മാരെക്കുറിച്ചുള്ള സിനിമകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്നത്തെ പോലെ ആയിരക്കണക്കിന് സിനിമയൊന്നും ഇല്ലായിരുന്നു. എല്ലാം പഴയ സിനിമകൾ ആയിരിക്കും. ഡോക്യുമെൻ്ററികൾ, ഏത് ജവാന്മാരെക്കുറിച്ച് പറയുന്ന ഡോക്യുമെൻ്ററികൾ അങ്ങനെയുള്ള ഇതുണ്ട്. പക്ഷേ നമ്മൾ ഹാപ്പിയാണ്. കാണാൻ വേണ്ടി കാത്തിരിക്കും വരെ കറണ്ട് പോവുക. ഇന്നത്തെ പോലെ ഇൻവെർട്ടറോ ജനറേറ്ററോ ഒന്നും ഇല്ല അന്ന്. അപ്പം അയ്യോ സിനിമ, അയ്യോ അത് അവിടെ ഇരുന്ന് ഇങ്ങനെ കുത്തിയിരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ അതിനുശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കറണ്ട് വരും. പിന്നെയും എന്നാലായിരിക്കും കറണ്ട് വരുമ്പോഴായിരിക്കും ഫുള്ള് പരസ്യമായിരിക്കും. പരസ്യമെന്ന് പറഞ്ഞാൽ ഭയങ്കര പരസ്യം കഴിയുമ്പോൾ പിന്നെയും കറണ്ട് അങ്ങനെ ഓരോ കോമഡി പീസായിരുന്നു. പിന്നെ ഈ അവാർഡ് സിനിമകളായിരിക്കും ഉണ്ടാവുക. മിക്കവാറും കണ്ട് മടുത്ത് പണ്ടാരടങ്ങി അതേപോലത്തെ സിനിമകൾ എല്ലാ കൊല്ലം ഇത് തന്നെ ഉണ്ടാവുള്ളൂ. എല്ലാ സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്നും ഈ സിനിമ മസ്റ്റായിട്ടുണ്ടാവും. പിന്നെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അന്നത്തെ ദിവസം ലീവാണ്. എവിടെയും പോകണ്ട, ആരുടെ അടുത്തും ഒന്നും ബോധിപ്പിക്കുക വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ ഒരു ഇത്, അതായത് ശനി ഞായറും അല്ലാതെ വേറൊരു ലീവ് കിട്ടുന്ന വളരെ ചുരുക്കം ദിവസങ്ങളിലൊന്നാണിത്. അത് ഏറ്റവും വലിയൊരു മൊമെൻ്റാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. സൈൻ ഓഫ് ബിപിൻ. വീണ്ടും കാണുന്നവരേക്കും വണക്കം.